Hi friends, welcome to my channel MOSMyDC. ഇന്ന് സ്ട്രക്ചറൽ അനാലിസിസ് 1ൻ്റെ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ബീമിൽ ഫിക്സ്ഡ് എൻഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് ബീം ആയിക്കൊള്ളട്ടെ കാൻഡിലിവർ ബീം ആയിക്കൊള്ളട്ടെ, ഒരു ഫിക്സിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു മൊമെൻറ്റ് കാണും. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു രീതിയിലുള്ള മൂവ്മെൻറ്റ് സാധ്യമല്ല. റൊട്ടേഷന് സീറോയാണ്, ഡിഫ്ലക്ഷൻ സീറോയാണ്, പക്ഷേ അവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്. എവിടെ റൊട്ടേഷൻ സീറോ ആണെങ്കിലും അവിടെ മൊമെൻ്റ് കാണും. അതുപോലെ തന്നെ കാൻഡിലിവർ ബീം ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈ ഫിക്സഡ് സപ്പോർട്ടിലായിരിക്കും. മൂന്നാമത് അറിഞ്ഞിരിക്കാനുള്ള കാര്യം, ഹിഞ്ചോ റോളറോ സപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അവിടെ മൊമെൻറ്റ് സീറോ ആയിരിക്കും. നേരെ ഇതിന് ഓപ്പോസിറ്റാണ്. ഫിക്സഡ് ബീം ആണെങ്കിൽ അവിടെ മൊമെൻറ്റ് കാണും. അതുപോലെ കാൻഡിലിവർ ബീമിലെ മാക്സിമം മൊമെൻറ്റ് വരുന്നതും ഫിക്സിറ്റിയിലായിരിക്കും. പക്ഷേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സപ്പോർട്ടിൽ മൊമെൻറ്റ് സീറോ ആയിരിക്കും. കാരണം റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇവിടെ റൊട്ടേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് മൊമെൻറ്റ് സീറോയാണ്. മൊമെൻറ്റ് ഉണ്ട്. ഇവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്, സപ്പോർട്ടിൽ റൊട്ടേഷൻ പോസിബിൾ ആണ്, അതുകൊണ്ട് മൊമെൻറ്റ് സീറോ. അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് ഡിഫ്ലക്ഷൻ സീറോ. അത് ഇവിടെയും സെയിം തന്നെയാണ്. നമ്മൾ ഈ സപ്പോർട്ട് കൊടുത്തേക്കുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ ഒന്നും കാണില്ല, അപ്പോൾ ഡിഫ്ലക്ഷൻ ഇവിടെയും സീറോയാണ്. ഡിഫ്ലക്ഷൻ എവിടെയാണ് മാക്സിമം വരുന്നതെന്ന് നോക്കാം. കാൻഡിലിവർ ബീം ആണെങ്കിൽ സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ സീറോ ആയിരിക്കും, മാക്സിമം വരുന്നത് ഫ്രീ എൻഡിലായിരിക്കും. അപ്പോൾ പൊതുവേ കാൻഡിലിവർ ബീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ സീറോയാണ്, സീറോ അറ്റ് ഫിക്സ്ഡ് എൻഡ്. അതുപോലെ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പും ഫിക്സ്ഡ് എൻഡിൽ സീറോയാണ്. ഇത് രണ്ടും മാക്സിമം വരുന്നത് ഫ്രീ എൻഡിലാണ്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ റൊട്ടേഷൻ്റെ കാര്യം നേരെ തിരിയും, പക്ഷേ ഡിഫ്ലക്ഷൻ്റെ കാര്യം സെയിം തന്നെയാണ്. സപ്പോർട്ടിൽ ഇവിടെയും ഡിഫ്ലക്ഷൻ സീറോയാണ്. കാൻഡിലിവറിലെ പോലെ തന്നെ സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ സീറോയാണ്, ഇവിടെയും ഡിഫ്ലക്ഷൻ സീറോയാണ്. പക്ഷേ റൊട്ടേഷൻ സപ്പോർട്ടിൽ പോസിബിൾ ആണ്, അതുകൊണ്ട് മൊമെൻ്റ് ആണ് സപ്പോർട്ടിൽ സീറോ ആകുന്നത്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് മാക്സിമം, നമ്മൾ നേരത്തെ കാൻഡിലിവർ ബീമിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന ഫ്രീ എൻഡിലാണെന്ന് പറഞ്ഞു. പക്ഷേ കാൻഡിലിവർ ബീമിൽ നടുക്ക് എവിടെയെങ്കിലും ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. എസെൻട്രിക്കലി ലോഡൊക്കെ ഉണ്ടെങ്കിൽ ആ ലോഡിൻ്റെ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ മിഡ് സ്പാനിലായിരിക്കും. ഒരുപാട് ലോഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല എവിടെയാണെന്ന്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇത് കുറേ ഇക്വേഷൻസും കുറേ ബേസിക് ഫാക്ട്സ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും. പക്ഷേ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഞാനൊരു 3 പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. 3 ചെറിയ പ്രോബ്ലമാണ്. ആ 3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ ബേസിക് ഫാക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ 3 പ്രോബ്ലം ചെയ്ത് പഠിച്ചതിന് ശേഷം വീഡിയോ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാറും. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷനെ നമ്മൾ y കൊണ്ടാണ് സൂചിപ്പിക്കുക. സ്ലോപ്പ് തീറ്റ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു dy/dx. മൊമെൻ്റ് എന്ന് പറയുന്നത് d²y/dx². ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ മൊമെൻ്റ് ആണ് എഴുതുക. ഏതെങ്കിലും ഒരു ബീം തന്നിരുന്നാൽ ആ ബീമിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ എടുക്കും. എല്ലാ ഡബിൾ ഇൻ്റഗ്രേഷൻ മെക്കോളേസ് മെത്തേഡിൽ, ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് തന്നെയാണ് മെക്കോളേസ് മെത്തേഡ് എന്നും പറയുന്നത്. അതിൽ ഏത് പ്രോബ്ലം തന്നാലും ചെയ്യുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ എടുക്കുക. ആ സെക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് എൻഡിന് തൊട്ട് മുന്നിലായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി റൈറ്റ് എൻഡിന് തൊട്ട് മുന്നിലായിട്ട് ഒരു സെക്ഷൻ എടുത്തു. ആ സെക്ഷനിൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അതിനെയാണ് ഈ എം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഈ ei×d²y/dx² ഇസ് ഈക്വൽ ടു എമ്മിന് പകരം നമ്മുടെ അവിടുത്തെ ഏത് ക്വസ്റ്റ്യൻ ആണോ തന്നേക്കുന്നത് അവിടുത്തെ മൊമെൻറ്റ് എഴുതുക. എന്നിട്ട് ഇതിനെ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ei കോൺസ്റ്റൻ്റ് ആണ്. d²y/dx² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം dy/dx എന്നാവും. എമ്മിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ എം dx പ്ലസ് c1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതിനാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ei×dy/dx എന്നുള്ളത് y ആകും, ഡബിൾ ഇൻ്റഗ്രൽ എം dx ആകും. നേരത്തെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് എന്ന് കിട്ടും. അപ്പം c1 എക്സ് പ്ലസ് c2 എന്ന് പറയുന്നത് പുതിയ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ c1ഉം c2ഉം കിട്ടും.
C1ഉം C2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 അൺനോൺ ആണുള്ളത്. അപ്പോൾ ആ 2 അൺനോൺ കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 ഇക്വേഷൻ വേണം. അത് ക്യാൻറ്റിലിവർ ബീം ആണെങ്കിൽ അതിനൊരു ഫിക്സ്ഡ് എൻഡ് കാണുമല്ലോ. അവിടെ നമ്മൾ 2 ഇക്വേഷൻ കൊടുക്കുന്നത് ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 അറ്റ് സപ്പോർട്ട്. സപ്പോർട്ടിൽ ഡിഫ്ലക്ഷനും 0 ആണ്, സ്ലോപ്പും 0 ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ വെച്ച് C1ഉം C2ഉം കണ്ടുപിടിക്കാം. എവിടെ? ഫിക്സ്ഡ് എൻഡ് ഉള്ളിടത്ത്, അതായത് ക്യാൻറ്റിലിവർ ബീമിൽ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് തരുന്നതെങ്കിൽ 2 ഇക്വേഷൻ വേണം. അപ്പോൾ നമ്മുടെ 2 ഇക്വേഷൻ എന്താണ്, ഡിഫ്ലക്ഷൻ y ഇസ് ഈക്വൽ ടു 0 അറ്റ് സപ്പോർട്ട്. 2 സപ്പോർട്ട് കാണുമല്ലോ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ. അപ്പം ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 അറ്റ് സപ്പോർട്ട് 1, അതാണ് ഒരു ഇക്വേഷൻ. എഗെയിൻ ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 അറ്റ് സപ്പോർട്ട് 2. അങ്ങനെ 2 ഇക്വേഷൻ. ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും C1ഉം C2ഉം കിട്ടും. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഒരു ക്യാൻറ്റിലിവർ ബീമാണ്, ഫ്രീ എൻഡിൽ W എന്ന് പറയുന്ന ഒരു ലോഡുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ, എപ്പോഴും ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ എടുക്കുക. അത് റൈറ്റ് എൻഡിന് തൊട്ട് മുന്നിലായിരിക്കണം, ആണല്ലോ. ഇനി ഒരു സൈൻ കൺവെൻഷൻ പഠിക്കണം. ലെഫ്റ്റ് ഓഫ് ദി സെക്ഷൻ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ലെഫ്റ്റ് ഓഫ് ദി സെക്ഷൻ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് എന്താ ചെയ്യുക? EI ഇൻറ്റു d²y/dx², അതിനാണ് y" എന്നിട്ടേക്കുന്നത്. EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു മൊമെൻറ്റ്. ആ മൊമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന മൊമെൻ്റ് ആണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് മൊമെൻ്റ് എടുക്കുന്നത്? നമുക്ക് ഏത് പോയിന്റിലാണോ മൊമെൻറ്റ് വേണ്ടത് അവിടെ തമ്പ് വയ്ക്കുക. അതിനുശേഷം ഏത് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റ് ആണോ വേണ്ടത് അവിടെ ഇൻഡെക്സ് ഫിംഗർ വയ്ക്കുക, അതായത് ചൂണ്ടുവിരൽ. എന്നിട്ട് കോമ്പസിലൊക്കെ വരയ്ക്കുന്ന പോലെ നമ്മുടെ തമ്പ് സെക്ഷനിൽ വെച്ചുകൊണ്ട് ലോഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കിട്ടുന്നത്. ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിലാണ് പോസിറ്റീവ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നെഗറ്റീവ്. അതുകൊണ്ട് -WX, അതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ 2 തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് C1ഉം C2 ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പോയാൽ കംപ്ലീറ്റ് തെറ്റിപ്പോകും. അപ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യാം. അതിനെ ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. EI ഇൻറ്റു d²y/dx² എന്നുള്ളത് dy/dx എന്നാവും. അതിനാണ് y' എന്ന് കൊടുത്തേക്കുന്നത്. -WXലെ -W കോൺസ്റ്റൻ്റ് ആണ്. എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം x²/2 പ്ലസ് C1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അത് ഇക്വേഷൻ നമ്പർ 2. വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ EI ഇൻറ്റു y ഇസ് ഈക്വൽ ടു, അവിടെ -W/2 കോൺസ്റ്റൻ്റ് ആണ്. x² ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3, C1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C1x പ്ലസ് C2 പുതിയ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അത് ഇക്വേഷൻ നമ്പർ 3. അതിന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കും. ഇത് ക്യാൻറ്റിലിവർ ബീം അല്ലേ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ 2 ഏതൊക്കെയാണ് കൊടുക്കുന്നത്? അറ്റ് സപ്പോർട്ട് ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0. സ്ലോപ്പും ഡിഫ്ലക്ഷനും സപ്പോർട്ടിൽ 0 ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഫിക്സ്ഡ് എൻഡ് ഉള്ള ക്യാൻറ്റിലിവർ ബീമിൽ ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 അറ്റ് സപ്പോർട്ട്. ഇവിടെ സപ്പോർട്ട് ഏതാ? ഇവിടെയാണ് സപ്പോർട്ട് വരുന്നത്. നമ്മുടെ സെക്ഷൻ എടുത്തത് ലെഫ്റ്റ് എൻഡിൽ നിന്നാണ്. അപ്പം സെക്ഷൻ ഈ എക്സിൻ്റെ വാല്യൂ എന്തെത്തുമ്പോഴാണ് സപ്പോർട്ട് എത്തുന്നത്? എക്സിൻ്റെ വാല്യൂ കൂടി L ആകുമ്പോൾ, എക്സ് ഇസ് ഈക്വൽ ടു L ആകുമ്പം സപ്പോർട്ടിലെത്തും. അപ്പം നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു L, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 0. അതിൽ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 3, സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കൊടുക്കുമ്പം ഇക്വേഷൻ നമ്പർ 2-ന് നമ്മൾ 0 എന്ന് കൊടുക്കും. അവിടെ ഇക്വേഷൻ കിട്ടിയത് എന്തായിരുന്നു? -WX²/2 പ്ലസ് C1 എന്നായിരുന്നു. ആ എക്സിന് പകരം L കൊടുക്കുക. അപ്പോൾ നമുക്ക് C1ൻ്റെ ആൻസർ കിട്ടി. അതുപോലെ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 3-യെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ C1ൻ്റെ വാല്യൂ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയത് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് L കൊടുക്കുക. അപ്പോൾ നമുക്ക് C2ൻ്റെ വാല്യൂവും കിട്ടി. ഈ C1ഉം C2ഉം ഇക്വേഷൻ നമ്പർ 3-യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ കോൺസ്റ്റൻ്റ് ഒക്കെ മാറി എല്ലാം നമുക്ക് അറിയാവുന്ന ടേംസിലോട്ടായി. ഇനി നമുക്ക് ഏത് പോയിന്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാം. ക്യാൻറ്റിലിവർ ബീമിൽ എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്? ഫ്രീ എൻഡിലല്ലേ. അപ്പോൾ ഫ്രീ എൻഡ് എന്ന് പറയുമ്പോൾ x ഇസ് ഈക്വൽ ടു 0. അത് ആ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഫ്രീ എൻഡിലാണ് x ഇസ് ഈക്വൽ ടു 0 എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് -WL³ 3EA എന്ന് കിട്ടും. ഈ നെഗറ്റീവ് വാല്യൂ വരാൻ കാരണം അത് ഡൗൺവേർഡ് ആണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്.
ഇനി നമുക്ക് സ്ലോപ്പ് മാക്സിമം വരുന്നത് എവിടെയാണ്? ഫ്രീ എൻഡിൽ തന്നെയാണ്. അവിടെയും x is equal to 0 എന്ന് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷനും കിട്ടും, WL²/2EI എന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് ക്യാൻറ്റിലീവറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡിറ്റർമിൻ ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് L ക്യാരിയിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് W അറ്റ് മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ W ഒന്ന് കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ക്യാൻറ്റിലിവർ ബീമിനെ വെച്ച് നോക്കുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ചെയ്യാനുള്ളത് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് 2 മെത്തേഡുണ്ട്. തന്നിരിക്കുന്ന ബീം സിമെട്രിക് ആണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇത് സിമെട്രിക് ആണല്ലോ, മിഡ് പോയിന്റിലാണ് W ആക്ട് ചെയ്യുന്നത്, അപ്പോൾ സിമെട്രിക് ആണ്. അപ്പോൾ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ഇവിടെ W മാത്രമേ ഉള്ളൂ. അതിൻ്റെ പകുതിയായിരിക്കും 2 സപ്പോർട്ട് റിയാക്ഷനും, W/2. ഇനി സിമെട്രിക്കൽ അല്ലാത്തൊരു പ്രോബ്ലം ആണ് തരുന്നതെങ്കിൽ മൊമെൻ്റ് അറ്റ് A is equal to 0 എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. അപ്പോൾ RB ഇവിടെ നമുക്കറിയില്ല RB എത്രയാണ്. RB × L മൈനസ് W × L/2 which is equal to 0 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RBയുടെ വാല്യൂ W/2 എന്ന് കിട്ടും. ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് is equal to ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പം RAയുടെ വാല്യൂ കിട്ടും. ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഓൾറെഡി നമുക്ക് W/2 എന്നുള്ള ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കിട്ടി. സിമെട്രിക്കൽ അല്ലാത്തൊരു പ്രോബ്ലം വരുവാണെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. നമ്മുടെ സൈൻ കൺവെൻഷൻ എന്താണ്? ലെഫ്റ്റ് ഓഫ് ദി സെക്ഷൻ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് മെക്കോളൈസ് മെത്തേഡ് തന്നെയാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ചെയ്തു തുടങ്ങാം. എങ്ങനെയാണ്? ലെഫ്റ്റ് എൻഡ് ഇതാണ്. അവിടെ നിന്ന് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ എടുത്തു. അത് റൈറ്റ് എൻഡിന് തൊട്ട് മുന്നിലാണ്. അതങ്ങനെ പറയാൻ കാരണം എന്താ? ഇവിടെ ഇപ്പോൾ നോക്ക് 2 സെഗ്മെൻ്റ് ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു സെക്ഷൻ എടുത്ത് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ എടുക്കണം. അത് റൈറ്റ് എൻഡിന് തൊട്ട് മുന്നിലായിരിക്കണം. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ EI × d²y/dx² is equal to മൊമെൻറ്റ്. ആ മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ സെക്ഷനിൽ വെച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ W/2 കൊണ്ടുണ്ടാകുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഉണ്ട്, W കാരണം ഉണ്ടാകുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഉണ്ട്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് W/2 × x. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് W × ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ ഇത്രയും x ആണ്, W വരെ L/2. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ത് വരും? x - L/2 എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷനെ 2 തവണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡ് എന്ത് വരും? EI × dy/dx is equal to W/2 കോൺസ്റ്റൻ്റ് ആണ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 മൈനസ് W കോൺസ്റ്റൻ്റ് ആണ്. x - L/2 അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x - L/2 the whole square/2 എന്ന് കിട്ടും. പ്ലസ് C1 കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ മെക്കോളൈസ് മെത്തേഡിൽ അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ നമുക്ക് ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒരു വേരിയബിളായിട്ട് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 എന്ന് എഴുതും. അതുപോലെ ഇവിടെ ബ്രാക്കറ്റിനകത്തുള്ള പോർഷൻ x - L/2 അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x - L/2 the whole square/2 എന്ന് മാത്രം എഴുതിയാൽ മതി. അതിനകത്ത് കയറി പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ട. അതാണ് മെക്കോളൈസ് മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്, ഒന്നുകൂടെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം EI × dy/dx എന്നുള്ളത് y ആയിട്ട് മാറും. W/4 കോൺസ്റ്റൻ്റ് ആണ്. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ മൈനസ് W/2 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ x - L/2 the whole square എന്നുള്ളതിനെ ഒരുമിച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ x - L/2 the whole cube/3 എന്ന് കിട്ടും. പ്ലസ് C1x പ്ലസ് C2 എന്ന് പറയുന്ന പുതിയ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെയാണ്? 2 ബൗണ്ടറി കണ്ടീഷൻ. 2 സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ 0. അപ്പോൾ നമ്മുടെ ഫിഗർ നോക്കുക. ഫസ്റ്റ് സപ്പോർട്ട് ഇതാണ്, അവിടെ ഡിഫ്ലക്ഷൻ 0 എന്നുള്ളതാണ് ഒരു ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ് സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ 0 എന്നുള്ളതാണ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. അതായത് അറ്റ് x is equal to 0, x 0 ആകുമ്പോഴാണ് ഫസ്റ്റ് സപ്പോർട്ട്, അവിടെ y is equal to 0. അതുപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x is equal to L, x L ആകുമ്പോഴാണ് സെക്കൻഡ് സപ്പോർട്ടിലെത്തുക.
അങ്ങനെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C2ന്റെ വാല്യൂ 0 എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇക്വേഷൻ നമ്പർ 3-ലല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വൈ ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മെക്കോളൈസ് മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഒരു എക്സിനൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ ടേം മൊത്തത്തിൽ നമ്മൾ എടുക്കില്ല. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്തപ്പം ഈ ടേം 0 ആയി, C1ഉം 0 ആയി. ഇവിടെ നോക്കുമ്പോൾ 0 മൈനസ് L/2 മൈനസ് L/2. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ടേം നമ്മൾ 0 ആക്കും. അങ്ങനെയാണ് C2ന് 0 എന്ന് കിട്ടിയത്. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു L, വൈ ഇസ് ഈക്വൽ ടു 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C1-നൊരു വാല്യൂ കിട്ടും. അപ്പോൾ C2 0 ആയിപ്പോയി, C1-നൊരു വാല്യൂ കിട്ടി. ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷനും എടുത്തെഴുതാം, അതുപോലെ ഡിഫ്ലക്ഷൻ്റെ, ഇവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് എടുത്തെഴുതിയിട്ടുള്ളത്. C2ൻ്റെ വാല്യൂ 0 ആണ്, C1ൻ്റെ വാല്യൂ WL²/16 ആണ്. ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ. നമുക്കറിയാമല്ലോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മിഡ് സ്പാനിൽ പോയിന്റോട് വന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു L/2-ലാണ് വൈ മാക്സ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് അതിൽ എക്സിന് L/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ മാക്സിൻ്റെ ഇക്വേഷൻ -WL³/48 EI എന്ന് കിട്ടും. ഈ നെഗറ്റീവ് വരാൻ കാരണം ഡൗൺവേർഡ് ആയിട്ടാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഒരു UDL ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ. മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം എന്ത് ചെയ്യണം, ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി റൈറ്റ് എൻഡിന് തൊട്ട് മുന്നിലായിട്ട് XX എന്നൊരു സെക്ഷൻ എടുക്കണം. അത് കഴിഞ്ഞ് ഫസ്റ്റ് EI × d²y/dA² ഇസ് ഈക്വൽ ടു മൊമെൻറ്റ്. ആ മൊമെൻറ്റ് എന്ന് പറയുന്നത് XX-ൻ്റെ സെക്ഷൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കുക. ഇവിടെ ആദ്യം നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ്, ഇത് സിമെട്രിക്കൽ അല്ലേ, സിമെട്രിക്കൽ ആയതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻ എന്ത് കിട്ടും, ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ പകുതി. അപ്പോൾ UDL ആണ്, L ലെങ്തിലാണുള്ളത്, അപ്പോൾ W × L ആയിരിക്കും ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. അതിൻ്റെ പകുതിയാണ് WL/2 രണ്ട് സപ്പോർട്ടിലും വരുന്നത്. അപ്പോൾ ഈ UDL ടു പോയിന്റ് ഔട്ട് കൺവേർഷൻ ആൻഡ് UVL ടു പോയിന്റ് ഔട്ട് കൺവേർഷനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക് മോസിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ഈ UDL ടു പോയിന്റ് ലോഡ്, UVL ടു പോയിന്റ് ലോഡ് കൺവേർഷൻ, അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാവും. അറിഞ്ഞാത്തവർ ആ വീഡിയോ കണ്ടത് പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ WL/2 എന്ന് വന്നത്. സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് മൊമെൻ്റ് ഒന്നും എടുക്കണ്ട. ഈവൻ മൊമെൻറ്റ് σMA = 0 എന്ന് എടുത്ത് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, അപ്പോഴും WL/2 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സെക്ഷൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കി മൊമെൻ്റ് എടുക്കുക. WL/2 കൊണ്ടുണ്ടാവുന്നത് ക്ലോക്ക് വൈസ്, അത് പോസിറ്റീവ്, WL/2 × X മൈനസ് X ഡിസ്റ്റൻസിൽ UDL ഉണ്ട്, അത് ക്ലോക്ക് വൈസ് ആണ്, അപ്പം അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. W × X ആയപ്പോൾ പോയിന്റ് ലോഡ് × X/2, അതാണ് W × X² എന്ന് വന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. ഇവിടെ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X² 2 ആവും, ഇവിടുത്തെ X² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X³ 3 ആകും. രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും C1 എന്ന് പറഞ്ഞാൽ C1X ആകും, X² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X³ 3, അതുപോലെ X³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X⁴/4 പ്ലസ് C2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ കിട്ടും. ബൗണ്ടറി കണ്ടീഷൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എന്താണ് കൊടുക്കുന്നത്, രണ്ട് സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ 0. ഫസ്റ്റ് സപ്പോർട്ട് X = 0 ആവുമ്പോഴാണ്, അവിടെ Y = 0 എന്ന് നമ്മൾ ഈ ഇക്വേഷന് കൊടുക്കുമ്പോൾ C2ൻ്റെ വാല്യൂ 0 ആയി പോകും. അതുപോലെ X = L, Y = 0 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. അതായത് രണ്ടാമത്തെ സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ 0 ആണെന്ന്. അത് കൊടുക്കുമ്പോൾ C1-ന് നമുക്കൊരു വാല്യൂ കിട്ടും. ഇവിടെ L ക്യാൻസൽ ആയി പോയിട്ട് -WL³/24 എന്ന C1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനും അതുപോലെ സ്ലോപ്പിൻ്റെ ഇക്വേഷനും എഴുതി വയ്ക്കാം. ഇവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ ആദ്യം മൊമെൻറ്റ് കണ്ടുപിടിച്ച് ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. അവിടെ C1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ C1ഉം C2ഉം കിട്ടിക്കഴിഞ്ഞാൽ C1ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷനും എഴുതി വയ്ക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് മാക്സിമം ഡിഫ്ലക്ഷനാണ്, അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ മാത്രം എഴുതിയത്.
മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് മിഡ് പോയിന്റിലാണ്. എന്തുകൊണ്ടാണ്? ഇത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട്. അപ്പോൾ x is equal to L/2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് കൊടുക്കേണ്ടത്? ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ -5W L⁻⁴/384 എന്ന് കിട്ടും. അപ്പോൾ വൈ മാക്സ് ഇവിടെ EI × Y max എന്നായതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ Y max എന്ന് പറഞ്ഞാൽ -5W L⁻⁴/384 EI. അതുപോലെ ഏത് പോയിന്റിൽ ചോദിച്ചാലും x is equal to ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അതുപോലെ 10 മീറ്റർ സ്പാൻ ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൽ x is equal to 6 മീറ്റർ ആകുമ്പോൾ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വന്നിട്ട് എക്സിൻ്റെ വാല്യൂ എത്രയാണോ അവർ ചോദിച്ചേക്കുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എല്ലിൻ്റെ ലെങ്ത് 10 ആണെന്ന് അപ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അതും ഡബ്ല്യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് മില്ലിമീറ്ററിലൊക്കെ ഉള്ള ഒരു ഡിഫ്ലക്ഷൻ കിട്ടും. അങ്ങനെയാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡും മെക്കോളൈസ് മെത്തേഡും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ റൊട്ടേഷൻ ക്വസ്റ്റ്യനിൽ ഈവൻ റൊട്ടേഷൻ ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഈവൻ നമുക്ക് റൊട്ടേഷൻ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം റൊട്ടേഷൻ വരുന്നത് എവിടെയായിരിക്കും? സപ്പോർട്ടിലാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് മാക്സിമം റൊട്ടേഷൻ സപ്പോർട്ടിലാണ് വരുന്നത്. ക്യാൻഡിലിവർ ബീം ആയിരുന്നെങ്കിൽ ഫ്രീ എൻഡിലായിരിക്കും മാക്സിമം റൊട്ടേഷൻ വരുന്നത്. കാരണം അവിടെ ഫിക്സിറ്റിയിൽ റൊട്ടേഷൻ ഒന്നും ഇല്ല. സിംപ്ലി സപ്പോർട്ട് ആകുമ്പോൾ അവിടെ റൊട്ടേഷൻ ഉണ്ട്. മാക്സിമം വരുന്നത് സപ്പോർട്ടിലാണ്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. അതിൽ x is equal to 0 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടും. മാക്സിമം സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ സപ്പോർട്ടിലും സ്ലോപ്പ് മാക്സിമം ആണ്. അപ്പോൾ x is equal to L കൊടുത്താൽ നമുക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ തീറ്റ മാക്സിമത്തിൻ്റെ വാല്യൂ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ ഏതൊരു പോയിന്റിൽ റൊട്ടേഷൻ എത്രയാണെന്ന് ചോദിച്ചാലും എക്സിന് ആ വാല്യൂ കൊടുത്താൽ മതി. ഇതാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെക്കോളൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ബേസിക് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൻ്റെ ആപ്ലിക്കേഷനാണ് മെക്കോളൈസ് മെത്തേഡ്. അതും സെയിം തന്നെയാണ് മെക്കോളൈസ് മെത്തേഡ്. ഇനി മെക്കോളൈസ് ഇപ്പോൾ നമ്മൾ കണ്ടത് ബേസിക് ആയിട്ട് W അല്ലെങ്കിൽ L മീറ്റർ എന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിനൊക്കെ വാല്യൂസ് കൊടുത്തിട്ട് ഉള്ള വലിയ ബീംസ് ഒക്കെ വരുമ്പോൾ ഉള്ള മെക്കോളൈസ് മെത്തേഡിലെ പ്രോബ്ലംസ് ചെയ്തിട്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെൽ ഐക്കൺ ടച്ച് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.